Hi friends, welcome back. അപ്പോൾ കുറേ പേരായി ചോദിക്കുന്നു ഇപ്പോൾ ക്ലൈമറ്റൊക്കെ നമുക്കറിയാം നല്ല ഹോട്ടാണ്. ഈ ബോണറ്റിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഓവർ ഹീറ്റിംഗ് എന്നുള്ളൊരു ഇഷ്യൂ കുറേ പേർക്ക് ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ഓവർ ഹീറ്റിംഗ്. അപ്പോൾ എന്തെല്ലാം കാരണം കൊണ്ടാണ് ഓവർ ഹീറ്റിംഗ് ഉണ്ടാവുക, ഓവർ ഹീറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് കൂടുതൽ വറീഡ് ആയതുകൊണ്ടാവും മിക്കവരും ചോദിക്കാറുണ്ട് ഈ ബോണറ്റിലൊക്കെ ഒരുപാട് ഹീറ്റ് അടിക്കുന്നുണ്ട്, അത് ഓവർ ഹീറ്റിംഗ് ആണോ, വണ്ടി പെട്ടെന്ന് ചൂടാവുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഓവർ ഹീറ്റിംഗ് എങ്ങനെ ഉണ്ടാവുന്നു, ആ ഓവർ ഹീറ്റിംഗ് എങ്ങനെ പരിഹരിക്കാൻ പറ്റും, പിന്നെ ഓവർ ഹീറ്റിംഗ് ഉള്ളൊരു വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വൺസ് എങ്കിലും നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹീറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ള ഡീറ്റെയിലാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. കാരണം കുറേ കോൾസ് കണ്ടിന്യൂസ് ഈ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂവിനെ കുറിച്ച് മാത്രം വരുന്നതുകൊണ്ടാണ് നമ്മളിതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആക്ച്വലി ഇത് ഓവർ ഹീറ്റിംഗ് ഉള്ളൊരു വാഹനമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന എൻ്റെ പോളോ ആണ്. 1.2 ലിറ്റർ MPA എഞ്ചിനാണ് ഈ ഒരു പോളോ വരുന്നത്. നമ്മൾ എല്ലാ വാഹനത്തിനും കൂളിങ്ങിന് ഇതൊരു റിസർവ് ടാങ്ക് ഉണ്ടാവും. ശരിക്കും ഹോട്ടായി നിൽക്കുന്ന ടൈമിൽ നമ്മൾ ഈ റിസർവ് ടാങ്ക് തുറന്നാൽ ഇതേപോലെ ഈ ഒരു ഗ്യാസ് റിലീസാവും. അത്യാവശ്യം ഓടി വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ഈ ഒരു റിസർവ് ടാങ്കിൻ്റെ ക്യാപ്പ് തുറന്നത്. ഈ ഒരു ക്യാപ്പ് തുറന്നു കഴിയുമ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കണ്ടീഷൻ, ഈ ഒരു ഇതിനകത്തുള്ള കൂളൻറ്റിൻ്റെ ആ ലിക്വിഡ് റിഫ്രിജറൻറ്റ് എന്നാണ് ശരിക്കും ഇതിനെ പറയാം കേട്ടോ. ഒരു കൂളൻറ്റ് ആണ് ഇത്, ഒരു കൂളൻ്റ് മിക്സ്, ഒരു വഴുവഴുപ്പുള്ള കൂളൻ്റ് മിക്സ് ചെയ്തിട്ടുള്ളൊരു വെള്ളമാണ്. ശരിക്കും ഇതിനകത്ത് വെള്ളവും യൂസ് ചെയ്യാം, കൂളൻ്റും യൂസ് ചെയ്യാം. കൂളൻ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടിയും ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഒരു ക്യാനിൽ നിറയ്ക്കുന്ന വെള്ളത്തിന് ഉണ്ടാവും. ഇതൊരു റിസർവ് ടാങ്കാണ്. ഈ റിസർവ് ടാങ്കിനകത്തുള്ള വെള്ളം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും മിനിമം മാക്സിമം ലെവലുണ്ട്. മിനിമം ലെവലിൽ നമ്മൾ വെള്ളം നിറയ്ക്കാൻ പാടുള്ളൂ. കാരണം വെള്ളം ഹീറ്റായി കഴിയുമ്പോൾ കുറച്ച് തള്ളി പ്രഷർ മുകളിലേക്ക് വരുമ്പോൾ ഇതൊരു എക്സ്പാൻഡ് ചെയ്ത് വരാനുള്ളതാണ് ഈ മാക്സിമം ലെവൽ. ഈ മാക്സിമം ലെവലിന് മുകളിലേക്ക് വെള്ളം നിറച്ചാലും വാഹനത്തിന് അത് കംപ്ലയിൻസ് ആണ്. കാരണം പ്രഷർ കൂടി കഴിയുമ്പോൾ ഏതെങ്കിലും പൈപ്പുകൾ കാര്യങ്ങളൊക്കെ തള്ളിപ്പോകാനോ പൊട്ടിപ്പോകാനോ ഒക്കെ ചാൻസസ് ഉണ്ട്. ഒരുപാട് പഴക്കമുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓസുകൾ കാര്യങ്ങളൊക്കെ, ഈ ഒരു പ്രഷർ ഓസൊക്കെ പൊട്ടിപ്പോകും. കാരണം റേഡിയേറ്റർ ശരിക്കും വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഈ ഒരു ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ഉള്ളിലായിട്ട് റേഡിയേറ്ററും വരും. അതുപോലെ തന്നെ AC കണ്ടൻസർ, AC കൂളിംഗ് ആവാനുള്ള AC കണ്ടൻസറും വരും. മിക്ക വാഹനങ്ങൾക്കും ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഫാനേ വരുന്നുള്ളൂ. ഈ ഒരു ഫാൻ ശരിക്കും ഈ ഒരു കറങ്ങുന്ന ഈ ഒരു ഫാൻ ഉണ്ടല്ലോ, ഈ ഒരു ഫാൻ 2 or 3 ടൈപ്പിൽ ഇത് കറങ്ങും. ശരിക്കും ഇതൊരു ലോ സ്പീഡിൽ കറങ്ങും, ഒരു മീഡിയം സ്പീഡിലും കറങ്ങും. AC ഇട്ട് കഴിയുമ്പോൾ ഒരു സ്പീഡിൽ കറങ്ങും, കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. വാഹനം ഓടി ചൂടായി കഴിഞ്ഞ് ഈ ഒരു വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി അല്ലെങ്കിൽ വെള്ളം തിളയ്ക്കുന്ന ആ ഒരു ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാൻ ഹൈ സ്പീഡിൽ കറങ്ങി, ആ ഹൈ സ്പീഡിൽ കറങ്ങിയിട്ട് നമ്മുടെ റേഡിയേറ്ററിനെ കൂളാക്കും, ആ വെള്ളത്തിനെ കൂളാക്കും. ഇനി എന്തൊക്കെ മെയിനായിട്ടുള്ള പാർട്സാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒരു തെർമോസ്റ്റാറ്റ് സ്വിച്ച് എന്നുള്ളൊരു പാർട്ട് വരും. തെർമോസ്റ്റാറ്റ് സ്വിച്ച് വരുന്നുണ്ട്. ഈ തെർമോസ്റ്റാറ്റ് സ്വിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എൻജിൻ ബ്ലോക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. കാരണം ഈ ഒരു ടാങ്കിൽ ഒഴിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം ആക്ച്വലി നമ്മുടെ ഈ ടാങ്കിലും റേഡിയേറ്ററിൻ്റെ അകത്ത് മാത്രമല്ല, ഈ ഒരു വെള്ളം ശരിക്കും നമ്മുടെ എൻജിൻ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യും. ഈ എൻജിൻ്റെ സിലിണ്ടറും പിസ്റ്റണും വരുന്ന ആ ഒരു ഭാഗത്തിൻ്റെയും ഹെഡിൻ്റെ ഇടയിലാണ് ഹെഡ് ഗ്യാസ്കറ്റ് എന്നുള്ളൊരു ഭാഗം വരുന്നത്. ശരിക്കും ഹെഡ് ഗ്യാസ്കറ്റ് പറയാറില്ലേ, ഹെഡ് ഗ്യാസ്കറ്റ് കത്തിപ്പോവുക എന്നുള്ളത് വളരെ റെയറായിട്ട്, അത്രയും ഓവർ ഹീറ്റിൽ നമ്മൾ വണ്ടി ഒരുപാട് ടൈം ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഡാമേജാണ് ഹെഡ് ഗ്യാസ്കറ്റിൻ്റെ ഡാമേജ്. ഹെഡ് ഗ്യാസ്കറ്റ് അങ്ങനെ പെട്ടെന്ന് പോകുന്നൊരു സാധനമല്ല. ശരിക്കും ഹെഡ് ഗ്യാസ്കറ്റ് പോയി എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ വെറുതെ പോയി ഹെഡ് ഗ്യാസ്കറ്റ് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് മാറാറില്ല. ചിലപ്പോൾ ചെറിയൊരു ഡാമേജ് ആയിരിക്കും. ശരിക്കും ഒരു പ്രാവശ്യം എൻജിൻ ഓവർ ഹീറ്റായ ഒരു വാഹനം, ഓവർ ഹീറ്റിംഗ് നിങ്ങൾക്ക് വാർണിംഗ് കാണിക്കുകയോ ടെമ്പറേച്ചർ മീറ്റർ ഉള്ള വാഹനമാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഓവറായിട്ട് കാണിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ റേഡിയേറ്ററിൻ്റെ ഈ ഒരു കൂളൻറ്റിൻ്റെ കണ്ടീഷൻ, കൂളൻറ്റ് പ്രോപ്പർ ലെവലിലുണ്ടോ. ഈ കൂളൻറ്റിനകത്ത് ചെളി പോലത്തെ കാര്യങ്ങൾ, ഒരുപാട് പഴക്കമുള്ള 2013 മുമ്പുള്ള വാഹനങ്ങളാണെങ്കിൽ മിക്ക വാഹനങ്ങളിലും കൂളൻ്റ് ആയിരിക്കണം എന്നില്ല, വെള്ളമായിരിക്കും. അപ്പോൾ ഈ ഒരു റേഡിയേറ്ററിൻ്റെ അകത്ത് ഓക്സിഡേഷൻ സംഭവിച്ച് കൂളൻ്റ് ഒരുപാട് പഴക്കം ചെന്ന് ഈ കൂളൻ്റ് മിനിമം 40,000 കിലോമീറ്ററിലെങ്കിലും ഒരു വാഹനത്തിൻ്റെ കൂളൻ്റ് റീപ്ലേസ് ചെയ്യണം. അത് റീപ്ലേസ് ചെയ്യാണ്ടൊക്കെ ഓടി കഴിയുമ്പോൾ ഇത് ശരിക്കും ഒരു ചെളി പോലെ ആവും. ഓക്സിഡേഷൻ സംഭവിച്ച ഈ മെറ്റൽ പാർട്സൊക്കെ അതിനകത്തുണ്ടാവും. ഇതെല്ലാം കൂടി മിക്സായിട്ട് റേഡിയേറ്ററിൻ്റെ ചെറിയ ആ ഒരു ഹോൾസ് കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്യും. അപ്പോൾ പ്രോപ്പറായിട്ട് റേഡിയേറ്ററിൻ്റെ അകത്ത് കൂടെ വെള്ളം സർക്കുലേറ്റ് ചെയ്യുന്നത് ഇല്ലാണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാൻ വർക്ക് ചെയ്താൽ പോലും
പ്രോപ്പറായിട്ട് ഇതിനകത്തുള്ള വെള്ളം കൂളാവില്ല. നെക്സ്റ്റ് നമുക്ക് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞ് ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ വെള്ളം ചെക്ക് ചെയ്യുക, വെള്ളത്തിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. ഇൻ കേസ് ഈ വെള്ളം ഡസ്റ്റി ആയിട്ടോ അല്ലെങ്കിൽ ഈ വെള്ളത്തിനകത്ത് ഒരുപാട് ചെളി പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്യാൻ അഴിച്ചു മാറ്റാം. അതുപോലെ തന്നെ റേഡിയേറ്റർ അഴിച്ചു മാറ്റാം. റേഡിയേറ്റർ അഴിച്ചു മാറ്റി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എൻജിൻ്റെ ബ്ലോക്ക് കാര്യങ്ങളെല്ലാം ഫ്ലഷ് ചെയ്യാനുള്ള റേഡിയേറ്റർ ക്ലീനിങ് ഫ്ലഷ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ നമ്മൾ അതിൻ്റെ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലഷ് കാര്യങ്ങളൊക്കെ വാങ്ങി ഒഴിച്ച് അത് ഫുള്ളായിട്ട് ഇതിൻ്റെ എൻജിൻ ബ്ലോക്കിനകത്തുള്ള ആ ചെളിവെള്ളവും റേഡിയേറ്ററിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റേഡിയേറ്റർ ക്ലീൻ ചെയ്യാൻ പ്രത്യേകം ഷോപ്പുകളുണ്ട്. അവിടെ കൊണ്ടുപോയി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സേഫായിട്ട് ഡ്രൈവ് ചെയ്യാം. പുതിയ മോഡൽ വാഹനങ്ങളിൽ കൂടുതലും കാണാറില്ല, പക്ഷേ പഴയ മോഡൽ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ കാണാറുള്ളത്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇത്രയും കാര്യങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറും. ഇനി അത് മാറുമ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് സ്വിച്ചിൻ്റെ കണ്ടീഷൻ. ഈ സ്വിച്ച് ഒരുപാട് പഴക്കം ചെന്ന വാഹനമാണെങ്കിൽ അത് മാറാൻ വലിയ കോസ്റ്റ് ഇല്ല, 1000 റുപ്പീസിന് താഴെ വരുന്നുള്ളൂ. തെർമോസ്റ്റാറ്റ് സ്വിച്ച് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചിലപ്പോൾ നമ്മൾ എറർ കോഡ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഈ സ്വിച്ചിൻ്റെ എറർ കോഡ് കാണണമെന്നില്ല. കാരണം സ്വിച്ചിൻ്റെ സർക്യൂട്ട് വർക്കിംഗ് ആയിരിക്കും, പക്ഷേ ആ ഒരു ടെമ്പറേച്ചർ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ടൈമിനനുസരിച്ച് ഇതിൻ്റെ ഫാൻ വർക്ക് ചെയ്യിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ സ്വിച്ചിന് പോയിട്ടുണ്ടാവും. സ്കാനർ എന്നുള്ള സാധനം ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്നതാണ്. ശരി, ആ വോൾട്ടേജിനകത്തുള്ള വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ എറർ കോഡ് നമുക്ക് കിട്ടുള്ളൂ. മാനുവലി നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാനുവലി ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റേഡിയേറ്ററിൻ്റെ എല്ലാം ക്ലീൻ ചെയ്തു, സ്വിച്ച് പ്രോപ്പർ വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ഫാൻ പ്രോപ്പർ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്യും, വണ്ടി ഓവർ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓവർ ഹീറ്റായി ഓടി കുറേ കഴിയുമ്പോൾ ഹീറ്റ് ഈ പറയുന്ന ഹെഡിൻ്റെ ഉള്ളിൽ വരുന്ന ഹെഡ് ഗ്യാസ്കറ്റ് എന്നുള്ള സാധനത്തിന് താങ്ങാൻ കഴിയുന്നതിനും ഹീറ്റ് ഇങ്ങനെ ഒരു ഓവറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കത്തിപ്പോയി കഴിഞ്ഞാൽ എൻജിൻ ഈ ഒരു കൂളൻ്റ് ഈ ഒരു ഹെഡ് ഗ്യാസ്കറ്റിന് ക്രാക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂളൻ്റ് എൻജിൻ ഓയിലിലേക്ക് മിക്സ് ആവാനോ ഈ എൻജിൻ്റെ ഉള്ള ഓയിൽ ഈ കൂളൻ്റിലേക്ക് മിക്സ് ആവാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മിക്സിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഓയിൽ മയം, അതായത് ഒരു ഓയിൽ പാട പിടിച്ച് കിടക്കുന്ന പോലെയോ അല്ലെങ്കിൽ കാര്യമായിട്ട് ഓയിൽ ഈ ഒരു മുകളിൽ തളം കെട്ടി കിടക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻജിൻ ഹെഡ് ഗ്യാസ്കറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ഈ ഒരു ക്യാപ്പ് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും പ്രോപ്പറായിട്ട് തുറന്ന് അടച്ച് ആ ഒരു ലോക്കിംഗ് പൊസിഷനിൽ കൃത്യമായി ലോക്ക് ചെയ്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വേപ്പറായിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കും, കാലക്രമേണ വെള്ളം കുറയും. ഇത് തുറന്ന് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാവരും അത്തരം കാര്യങ്ങളൊക്കെ നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് സ്വിച്ചിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എൻജിൻ ഈ ഒരു കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ തന്നെ ഈ തെർമോസ്റ്റാറ്റ് സ്വിച്ചും കൂടി റീപ്ലേസ് ചെയ്യുന്നത് നന്നായിരിക്കും. മാത്രമല്ല തെർമോസ്റ്റാറ്റ് സ്വിച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ അത് ഒറിജിനൽ കമ്പനി സ്വിച്ച്, ആ ഒറിജിനൽ OG സാധനം തന്നെ വാങ്ങിയിടാൻ ശ്രമിക്കുക. ഈ OG സാധനം വാങ്ങിയിടാത്ത മിക്ക ആൾക്കാരും OG വാങ്ങിയിടാണ്ട് ഈ ക്രാങ്ക് സെൻസർ, ക്യാം സെൻസർ അല്ലെങ്കിൽ ഈ പറഞ്ഞ തെർമോസ്റ്റാറ്റ് സ്വിച്ചൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാട് വാങ്ങാൻ കിട്ടും. ശരിക്കും ഇതൊക്കെ ഒരു സർക്യൂട്ട് ഓണായിരിക്കും, പക്ഷേ ഇതിൻ്റെ പ്രോപ്പർ ആ ടൈമിങ് വർക്കിംഗ് കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇലക്ട്രിക്കലി കമ്പോണൻസ് വാങ്ങുമ്പോൾ ശരിക്കും നിങ്ങൾ ഒറിജിനൽ സ്പെയർ തന്നെ വാങ്ങിയിടാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എൻജിൻ ഈ ഒരു റേഡിയേറ്റർ ക്ലീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, ഇതിനകത്ത് ഓയിൽ വരുന്ന കാര്യം പറഞ്ഞു, അതുപോലെ തെർമോസ്റ്റാറ്റ് സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഇതുപോലെ തന്നെ ഓവർ ഹീറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ റീസൺ ആവുന്ന ഒരു സംഭവമാണ് തെർമോസ്റ്റാറ്റ് വാൽവ് എന്നുള്ളത്. തെർമോസ്റ്റാറ്റ് വാൽവ് 1500 രൂപയ്ക്കുള്ളിലേ വരുന്നുള്ളൂ. മാരുതി സുസുക്കിയുടെ ഒരുവിധപ്പെട്ട ഡീസൽ വാഹനങ്ങളുടെ എല്ലാം തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ വില. മാരുതിയുടെ തന്നെ ചെറിയ വാഹനങ്ങളാകുമ്പോൾ ഒരു 500 രൂപയുടെ താഴെ വരുന്നുള്ളൂ. വലിയ വാഹനങ്ങളാണെങ്കിൽ പോലും 1000 രൂപയുടെ ഉള്ളിൽ 1000-1500 രൂപ റേഞ്ചിലാണ് തെർമോസ്റ്റാറ്റ് വാൽവ്. തെർമോസ്റ്റാറ്റ് സ്വിച്ച്, തെർമോസ്റ്റാറ്റ് വാൽവ് ഇതെല്ലാം ഡിഫറെൻറ്റ് കമ്പോണൻസ് ആണ്. അപ്പോൾ ഈ തെർമോസ്റ്റാറ്റ് വാൽവ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തെർമോസ്റ്റാറ്റ് വാൽവ് എന്നുള്ളത് ഒരു വാൽവാണ്. അതിൻ്റെ ഫോട്ടോ ഇമേജ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാൽവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാൽവ് നമ്മൾ ഒരു പാത്രം വെള്ളത്തിൽ നമ്മൾ ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ടെമ്പറേച്ചർ അങ്ങോട്ടായി 100 ഡിഗ്രിക്ക് മുകളിൽ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഈ വാൽവ് സ്പ്രിങ് ഇങ്ങനെ ചുരുങ്ങി വാൽവ് ഓപ്പൺ ആവുന്നതായിട്ട് നമുക്ക് കാണാം. വെള്ളം തണുക്കുമ്പോൾ ഈ വാൽവ് ക്ലോസ് ആവുകയും ചെയ്യും. ഈ ഓപ്പൺ ക്ലോസിംഗ് ആണ് ഈ ഒരു വാൽവ്. മിക്ക ആൾക്കാരും ഈ ഓവർ ഹീറ്റായ വണ്ടികളിൽ തെർമോസ്റ്റാറ്റ് വാൽവ് ഊരിക്കളയും. ശരിക്കും ഊരിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയിൽ കൂളിംഗ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. കാരണം ഈ എൻജിൻ ബ്ലോക്കിനകത്തുള്ള വെള്ളം പ്രോപ്പർ ഹീറ്റിലെത്തുമ്പോൾ ഒരു 100 ഡിഗ്രി ടെമ്പറേച്ചറിൽ എൻജിൻ ബ്ലോക്കിനകത്തുള്ള വെള്ളം ടെമ്പറേച്ചർ എത്തുമ്പോൾ മാത്രം
ഈ തെർമോസ്റ്റാറ്റ് വാൽവ് എന്ത് ചെയ്യും, ഇത്രയും ഹീറ്റ് അടിച്ച് കഴിയുമ്പോൾ ഈ വാൽവ് ഓപ്പൺ ആവും. ഈ വാൽവ് ഓപ്പൺ ആയി കഴിയുമ്പോഴാണ് നമ്മുടെ വാട്ടർ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാനുള്ളൊരു പമ്പ് ഈ ബെൽറ്റിൻ്റെ കൂടെ, ഈ ബെൽറ്റ് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ പമ്പ് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. ഈ വാട്ടർ പമ്പ് വർക്ക് ചെയ്യുമ്പോൾ ഈ വെള്ളം സർക്കുലേറ്റ് ആവും. ശരിക്കും വാട്ടർ പമ്പിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഈ വെള്ളം ആ നിലയിലെത്തുമ്പോൾ, ആ ഒരു ടെമ്പറേച്ചർ, ബോയിലിംഗ് ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ ഈ വാൽവ് ഓപ്പൺ ആവും. തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ആ വെള്ളം, ആ ചൂടുള്ള വെള്ളം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ സർക്കുലേറ്റ് ചെയ്ത് വന്ന് നമ്മുടെ റേഡിയേറ്ററിൽ വരും. റേഡിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ആ ഒരു ബോയിലിംഗ് ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണ് തെർമോസ്റ്റാറ്റ് സ്വിച്ച് എന്ത് ചെയ്യുക, സ്വിച്ച് ഇൻഫോർമേഷൻ കൊടുക്കും. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്, ECM പറയും വെള്ളം നല്ലോണം തിളച്ചു കിട്ടുമെന്ന് പറയും. അപ്പോൾ ECM പറയും കുഴപ്പമില്ല, ഞാനിത് ഇപ്പോൾ തന്നെ ഫാൻ ഓൺ ആക്കാമെന്ന് പറയും. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഫാൻ ഓൺ ആക്കും. അപ്പോൾ ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് എന്നുള്ള മെക്കാനിക്കൽ പാർട്സ് ആണല്ലോ. അപ്പോൾ ഇത് ടെമ്പറേച്ചർ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഈ വാൽവ് ഓപ്പൺ ആവും. അപ്പോൾ ആ തിളച്ച വെള്ളം മുഴുവനായിട്ട് റേഡിയേറ്ററിൽ വരും. അപ്പോൾ ഓൾറെഡി ഇവിടെ ഫാൻ ഓൺ ആക്കിയിട്ടുള്ളതുകൊണ്ട് റേഡിയേറ്ററിനകത്തിരിക്കുന്ന വെള്ളം പെട്ടെന്ന് കൂളാവും. അപ്പോൾ ഈ കൂളായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ വാൽവ് അടയുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫാൻ ലോ സ്പീഡിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഈ രണ്ടാമത് വന്ന വെള്ളത്തിനെ ഉള്ളിലേക്ക് വിടും, ഹോട്ടായിട്ടുള്ള വെള്ളത്തിനെ ഇവിടെ ഹോൾഡ് ചെയ്ത് കൂളാക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ ഒരു ടൈം ലൂപ്പിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതാണ് ശരിക്കും കൂളിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ബേസിക് ആയിട്ടുള്ള കാര്യം. ഇങ്ങനെ തന്നെയാണ് എല്ലാ വാഹനങ്ങളുടെയും, എല്ലാ കാറുകളുടെയും, ബൈക്കുകളുടെയും, ട്രക്കുകളുടെയും എല്ലാം കൂളിംഗ് സിസ്റ്റം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു വർക്കിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ, തെർമോസ്റ്റാറ്റ് വാൽവ് കംപ്ലൈൻ്റ് ആയിട്ടുള്ള വാഹനം പ്രോപ്പറായിട്ട് വാൽവ് ഓപ്പൺ ആയില്ല എന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ എഞ്ചിൻ്റെ ബ്ലോക്കിനകത്തുള്ള വെള്ളം നല്ല ടെമ്പറേച്ചറിൽ ഹീറ്റാവും. റേഡിയേറ്ററിൽ പ്രോപ്പറായിട്ട് ചൂടുവെള്ളം വരില്ല, റേഡിയേറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, ഫാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, ടെമ്പറേച്ചർ ഷൂട്ട് ചെയ്യും, നിങ്ങളുടെ ഹെഡ് ഗാസ്കറ്റ് എത്തിപ്പോവും, വണ്ടി റോട്ടി കിടക്കും. അപ്പോൾ ഇത്രയും കമ്പോണൻസ് എല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് മാറണം. ഒരുപാട് കാലം നിർത്തിയിട്ട വാഹനങ്ങളൊക്കെ ആണെങ്കിൽ, അധികം ഓടാത്ത വാഹനങ്ങൾ, ഒരുപാട് പഴക്കമുള്ള വാഹനങ്ങളൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഇത്തരം കമ്പോണൻസ്, ഈ ഒരു ഭാഗങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. പിന്നെ ഓവർ ഹീറ്റ് ആവാനുള്ള ഒരു പോസിബിലിറ്റി പറയുവാണെങ്കിൽ, നമ്മുടെ വാഹനം ഒരുപാട് നാളധികം യൂസ് ചെയ്യാത്ത വാഹനമാണ്. ഈ റേഡിയേറ്ററിലേക്ക് വരുന്ന ഈ ഒരു പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പൊക്കെ നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു സ്മൂത്ത്നെസ് പോയിട്ട് നല്ല ഹാർഡായിട്ട് ഈ പൊടിയുന്ന പോലെയൊക്കെ സൗണ്ടൊക്കെ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ, നന്നായിട്ട് ഹീറ്റായി കഴിയുമ്പോൾ ഈ പൈപ്പുകളൊക്കെ ചെറിയ ക്രാക്ക് വന്ന് വെള്ളം ഫുള്ളായിട്ട് ഇങ്ങനെ തുള്ളിയായിട്ട് പുറത്തേക്ക് പോകും. അങ്ങനെ തുള്ളിയായിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഫാനിലേക്ക് പ്രോപ്പർ സിഗ്നലൊക്കെ കിട്ടാണ്ട് എററൊക്കെ ആയി കഴിഞ്ഞാൽ ഫാൻ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, കൂളിംഗ് പ്രോപ്പറായിട്ട് ആവുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വന്നു കഴിയുമ്പോൾ, വെള്ളം ഇല്ലാതെ ഓടിക്കഴിയുമ്പോഴും നമ്മുടെ ഈ ഒരു ടെമ്പറേച്ചർ, എഞ്ചിനിലുള്ള വെള്ളം മൊത്തം വേപ്പറായി പോവും. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹെഡ് ഗാസ്കറ്റ് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്ക്ലി വൺസെങ്കിലും നമ്മുടെ ഈ വെള്ളത്തിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ലീക്കിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, പ്രോപ്പർ കൂളിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ശരിക്കും ഷോറൂം സർവീസിൽ ഓടുന്ന 2013 ശേഷമുള്ള വാഹനങ്ങളിലൊക്കെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. അതും ഇങ്ങനെ എന്തെങ്കിലും തെർമോസ്റ്റാറ്റ് വാൽവ് സ്റ്റക്കായി പോയിട്ടുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോഴാണ് വരാറുള്ളൂ. അപ്പോൾ അല്ലാണ്ട് ഇഷ്യൂസൊന്നും വരാറില്ല. അപ്പോൾ അതിന് പഴക്കമുള്ള വാഹനങ്ങളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. റേഡിയേറ്റർ ഒരു പ്രാവശ്യം റീപ്ലേസ് ചെയ്യാവുന്നതാണ് ഏറ്റവും ബെറ്റർ. റേഡിയേറ്റർ സർവീസ് ചെയ്ത വാഹനങ്ങളാണെങ്കിൽ ആ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗമ്മ് വെച്ചിട്ടാണ് അത് ഒട്ടിച്ച് സീൽ ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ലീക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹെഡ് ഗാസ്കറ്റ് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിന് മുമ്പ് നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇത്തരം ഭാഗങ്ങൾ, ഈ തെർമോസ്റ്റാറ്റ് സ്വിച്ച്, തെർമോസ്റ്റാറ്റ് വാൽവ്, എഞ്ചിൻ കൂളൻറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് വരാതെ നമുക്ക് ലോങ് ടൈമിലേക്ക് വാഹനം യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ബോധറാവുക. മാത്രമല്ല, നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ഹീറ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ടോ, പെട്ടെന്ന് അബ്നോർമലായിട്ട് ഈ ഹീറ്റ് താഴേക്ക് വരുവാണെങ്കിൽ, വെള്ളം ഫുള്ളായിട്ട് ഇതിനകത്ത് നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും ലീക്കിങ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചറിൻ്റെ ആ ഒരു സൂചി പെട്ടെന്ന് താഴേക്ക് വരും. അപ്പോഴും നമ്മൾ വണ്ടി നിർത്തി പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് വെള്ളം ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. ഓവറായിട്ട് ഹീറ്റ് മുകളിലേക്ക് വരുവാണെങ്കിലും ഈ ഒരു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം എനിക്ക് വോമിറ്റ് ചെയ്തപ്പോൾ ബ്ലഡ് വന്നായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ബ്ലഡ് വോമിറ്റ് ചെയ്താൽ അത് ബ്ലഡ് ക്യാൻസർ കൊണ്ടാണ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ അതിന് തൊട്ട് താഴെയാണ് കൊടുത്തിരിക്കുന്നത് എന്നാവണമെന്നില്ല. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ശരിക്കും അങ്ങനെയുള്ള തംബ്നെയിൽസ് പോലും നമ്മൾ യൂസ് ചെയ്യാറില്ല. അനാവശ്യമായിട്ടുള്ളൊരു ആൾക്കാർക്കൊരു പേടി ഉണ്ടാക്കി നമ്മളെ വീഡിയോ കാണണമെന്ന് നമുക്ക് യാതൊരു താല്പര്യമില്ല. ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് കാണട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഒന്ന് ബോണറ്റ് ഓവറായിട്ട് ചൂടായി കഴിഞ്ഞാൽ വെയിൽ കൊണ്ടാവാം. മാത്രമല്ല
ബോണറ്റ് ഓവറായിട്ട് ചൂടാവാൻ പെട്രോൾ വാഹനങ്ങൾക്ക് ഒരു കാരണം കൂടി ഉണ്ട്. കൺജസ്റ്റഡ് ആയിട്ടുള്ള എഞ്ചിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ഫാൻ കറങ്ങുമ്പോൾ റേഡിയേറ്ററിൽ നിന്നുള്ള ഹീറ്റ് പുറത്തേക്കല്ല അടിച്ച് കളയുന്നത്. കാരണം പുറത്തേക്ക് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് എയർ ഇങ്ങോട്ടാണ് വരുന്നത്, എയർ ബ്ലാസ്റ്റ് ഇങ്ങോട്ടാണ് വരുന്നത്. ഇവിടെ നിന്നുള്ള എയർ അങ്ങോട്ട് തള്ളി കഴിഞ്ഞാൽ ഈ രണ്ട് എയറും കൂടി ബ്ലാസ്റ്റ് ആയിട്ട് അവിടെ സ്റ്റക്കായി നിൽക്കുള്ളൂ. ശരിക്കും ഈ എയർ എഞ്ചിനിലേക്കാണ് അടിക്കുന്നത്. എഞ്ചിനിൽ അടിച്ചിട്ട് ഇവിടെ നിന്നുള്ള എയർ എല്ലാം കൂടി പൊങ്ങിയിട്ട് ഈ ബോണറ്റിലേക്കാണ് അടിക്കുന്നത്. ശരിക്കും ഈ ഒരു കവറിങ് ഉള്ള വാഹനങ്ങളാകുമ്പോൾ കുറച്ച് കുറവുണ്ടാവുമെങ്കിലും കവറിങ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഈ ബോണറ്റ് ഓവറായിട്ട് ഹീറ്റാവും. അപ്പോൾ അതുകൊണ്ട് ആരും ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓവർ ഹീറ്റിംഗ് ആണെന്നുള്ളത് ശരിക്കും ആവശ്യമില്ലാത്ത വറീസ് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ വാഹനത്തിൻ്റെ കൂളൻറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, പൈപ്പുകളുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, പ്രോപ്പറായിട്ട് ഹീറ്റ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഹീറ്റ് എന്തെങ്കിലും വാർണിങ്ങോ അബ്നോർമലായിട്ട് ഹീറ്റിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു മീറ്ററുള്ള വാഹനങ്ങൾക്ക് മീറ്ററിൻ്റെ അബ്നോർമലായിട്ട് കയറോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ കിലോമീറ്റർ കഴിയുമ്പോൾ വലിക്കുറവ് ഫീൽ ചെയ്യുമോ, അത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം ഓവർ ഹീറ്റിംഗ് ഇഷ്യൂവിനെ കുറിച്ചിട്ട് നിങ്ങൾ വറീഡ് ആവുക. അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് ഇത്തരം ഭാഗങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ. നെക്സ്റ്റ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഡീസൽ വാഹനങ്ങൾ കൂടുതൽ പേരും കംപ്ലൈൻ്റ് ആണെന്ന് പറയാറുണ്ട്. ഡീസൽ വാഹനങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് ആ ഒരു വാഹനം യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്യുവാണെങ്കിൽ, ടർബോ ഉള്ള വാഹനങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു വിധത്തിലും കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് 2 lakh കിലോമീറ്ററിന് എബോവ് 3 lakh 4 lakh വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം ഡീസൽ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡാമേജസും വരാത്ത രീതിയിൽ ഡീസൽ വാഹനങ്ങൾ യൂസ് ചെയ്യാനുള്ള ടിപ്സുമായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോയും മുഴുവനായിട്ടും ഡീസൽ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരും പെട്രോൾ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. നമ്മുടെ യൂസ്ഡ് കാർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ see you.